നമസ്കാരം. നേർ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇത് കേരളത്തിന്റെ സ്വന്തം ആദ്യത്തെ AI പോഡ്കാസ്റ്റാണ്. അതെ, ഒരു പുതിയ സംഭവം. AI നിർമ്മിച്ച് AI തന്നെ അവതരിപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പോഡ്കാസ്റ്റ്. ശരിക്കും പറഞ്ഞാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇതിന്റെ പിന്നിൽ, അവതരിപ്പിക്കുന്നതും നിർമ്മിക്കുന്നതുമൊക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലേ? ടെക്നോളജി, പിന്നെ നമ്മുടെ സമൂഹം, സംസ്കാരം, ഇങ്ങനെ പല വിഷയങ്ങൾ. പലതിലും പല അഭിപ്രായങ്ങൾ, പല വാദങ്ങൾ. അതെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള സത്യം, ആരും അധികം സംസാരിക്കാത്ത ചില കാര്യങ്ങൾ, ആ നേര് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മുടേത്. ഒരു യാത്ര. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലായിടത്തുനിന്നും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ലോകത്തെവിടെ ആയിരുന്നാലും ഈ സംഭാഷണത്തിൽ പങ്കുചേരാം. അപ്പോ നമ്മുടെ ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തിനെപ്പറ്റിയാ സംസാരിക്കുന്നത്? നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാവിഷയമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. AI. എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും എന്താണ് AI? ചിലർക്കൊക്കെ ഇപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്. ശരിയാണ്. AI എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലോട്ട് ഓടി വരുന്നത് സിനിമയിലെ പോലെ യന്ത്രമനുഷ്യന്മാരൊക്കെ ആവും, അല്ലേ? അതെ. അല്ലെങ്കിൽ ലോകം പിടിച്ചടക്കാൻ വരുന്ന റോബോട്ടുകൾ. പക്ഷേ സംഭവം അതല്ല. എന്താണ് പിന്നെ? കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ പോലെ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പിന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്, അല്ലെങ്കിൽ സിസ്റ്റംസ്. അതാണ് AI. ഓക്കെ. അപ്പോൾ ഇത് റോബോട്ട് തന്നെ ആവണമെന്നില്ല? ഇല്ല. സോഫ്റ്റ്വെയർ ആകാം, നമ്മുടെ ഫോണിലുള്ള അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകൾ റെക്കമെൻഡ് ചെയ്യുന്ന സിസ്റ്റം പോലെ. ശരി. ഇത് സത്യത്തിൽ പുതിയൊരു ടെക്നോളജി അല്ലല്ലോ, കുറേ കാലമായിട്ടുണ്ടല്ലോ. ഉണ്ട്. പതിറ്റാണ്ടുകളായി ഗവേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 1 കൊല്ലം 2 കൊല്ലം, പ്രത്യേകിച്ച് 2023 തൊട്ട് ഒരു വല്ലാത്ത മുന്നേറ്റം കാണുന്നുണ്ടല്ലേ? എന്താണിതിന് കാരണം? അതെ, ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങൾ മാറുന്നത്. അതിന്റെ പ്രധാന കാരണം ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു പുതിയ തരം AIയുടെ വരവാണ്. ജനറേറ്റീവ് AI അതെന്താണ്? പണ്ടൊക്കെ AI കൂടുതലും ഡേറ്റ അനലൈസ് ചെയ്യാനോ പ്രവചനങ്ങൾ നടത്താനോ ഒക്കെയായിരുന്നു. ഓക്കെ. പക്ഷേ ഈ ജനറേറ്റീവ് മോഡലുകൾക്ക്, അതായത് ഇതിന് പുതിയ കാര്യങ്ങൾ സ്വയം ഉണ്ടാക്കാൻ പറ്റും. പുതിയത് ക്രിയേറ്റ് ചെയ്യാനോ? എന്തുപോലെ? ഇപ്പോ കഥ എഴുതാൻ, കവിത എഴുതാൻ, ചിത്രം വരയ്ക്കാൻ, മ്യൂസിക് ഉണ്ടാക്കാൻ, എന്തിനേറെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ലേ, ഇതുപോലത്തെ ശബ്ദം ഉണ്ടാക്കാൻ പോലും പറ്റും. ഓഹോ, അത് കൊള്ളാമല്ലോ. ChatGPT ഒക്കെ വന്നതിൽ പിന്നെ ഇത് സാധാരണക്കാർക്ക് പോലും മനസ്സിലായി തുടങ്ങിയല്ലേ? അതെ. അതോടെ എല്ലാവർക്കും ഇതൊന്ന് തൊട്ടു നോക്കാൻ പറ്റി. ഒരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ ചോദിക്കാം, ഒരു ഐഡിയ കിട്ടാൻ ചോദിക്കാം, ഒരു പടം വരപ്പിക്കാം. ശരിയാണ്. ഈ കഴിവുകളാണെങ്കിലേ ഓരോ ദിവസം കൂടുന്തോറും മെച്ചപ്പെട്ടു വരുന്നുമുണ്ട്. ഭയങ്കര വേഗത്തിലാണ് ആ ഡെവലപ്മെന്റ്. ആ വേഗത, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഓരോ പുതിയ വേർഷൻ വരുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകും, അത്രയ്ക്കുണ്ടതിന്റെ കഴിവുകൾ. ഇത് എല്ലാ ഫീൽഡിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. മെഡിസിൻ, വിദ്യാഭ്യാസം, ഇൻഡസ്ട്രി. തീർച്ചയായും. കല, എന്റർടൈൻമെന്റ്, എല്ലായിടത്തും AIയുടെ ഒരു സ്വാധീനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലയിടത്ത് അത് വളരെ വലുതാണ് താനും. അപ്പോ ഈ സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യരും AIയും ഒരു താരതമ്യം. ചില കാര്യങ്ങളിൽ AI മനുഷ്യരെക്കാൾ ബെറ്റർ ആവുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ്? ഈ ധാരാളം ഡേറ്റ വരുന്ന ജോലികളില്ലേ, ഇങ്ങനെ പാറ്റേണുകൾ കണ്ടുപിടിക്കേണ്ട, ഒരുപാട് വിവരങ്ങൾ വിശകലനം ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലൊക്കെ AIയുടെ കൃത്യത മനുഷ്യരെക്കാൾ കൂടുന്നുണ്ടെന്നാണ്. ആണോ? ഉദാഹരണത്തിന്? ഇപ്പോ ആയിരക്കണക്കിന് മെഡിക്കൽ സ്കാനുകൾ നോക്കി രോഗം നേരത്തെ കണ്ടെത്താൻ സഹായിക്കുക, അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ ഡേറ്റ നോക്കി മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ടാസ്കുകളിൽ AI സിസ്റ്റംസ് നല്ല കൃത്യത കാണിക്കുന്നുണ്ട്. ഓഹോ, അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കണക്കുകൂട്ടലുകൾ, ഡേറ്റ അനാലിസിസ്, പിന്നെ ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികൾ, അതിലൊക്കെ AI മുന്നോട്ട് വരുന്നു. അതെ. ഇത് നമ്മുടെ തൊഴിൽ രംഗത്തൊക്കെ എങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക? പേടിക്കേണ്ട കാര്യമുണ്ടോ? അതൊരു വലിയ ചർച്ചാവിഷയമാണ്. തീർച്ചയായും ചില ജോലികളുടെ സ്വഭാവം മാറും, ചിലപ്പോ ചില ജോലികൾ ഇല്ലാതായെന്നും വരാം. ഉദാഹരണത്തിന്? ഈ ഡേറ്റ എൻട്രി പോലത്തെ പണികൾ, ചില ബേസിക് കസ്റ്റമർ സർവീസ് കോളുകൾ, സിമ്പിൾ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്,
അതൊക്കെ ഒരുപക്ഷേ AI കൂടുതൽ ഏറ്റെടുത്തേക്കാം. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയില്ലേ? പുതിയ ജോലികൾ വരില്ലേ? അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവിനെ കൂട്ടുന്നൊരു ടൂളായിട്ട് ഇതിനെ കണ്ടുകൂടെ? തീർച്ചയായും. അതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. AIയെ ഒരു ശത്രുവായി കാണാതെ ഒരു സഹായിയായിട്ട് കണ്ടാൽ നമ്മുടെ ജോലി എളുപ്പമാക്കാൻ, കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ശരിയാണ്. ഡോക്ടർമാർക്ക് രോഗം കണ്ടുപിടിക്കാൻ ഒരു അസിസ്റ്റന്റ്, ആർക്കിടെക്റ്റുകൾക്ക് പുതിയ ഡിസൈൻ ഉണ്ടാക്കാൻ ഒരു കൂട്ട്, റീസർച്ച് ചെയ്യുന്നവർക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ ഒരു ടൂള്, അങ്ങനെ സാധ്യതകൾ ഒരുപാടുണ്ട്. മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ മനുഷ്യന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹകാരിയായിട്ടായിരിക്കും ഇത് മാറുക എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് AI-യുടെ കഴിവുകൾ ഒരുപാട് വളർന്നു. ഡേറ്റ വെച്ചുള്ള കളികളിൽ അത് കൂടുതൽ കൃത്യത കാണിക്കുന്നു. പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വരെ പഠിച്ചു. കാര്യം ഉറപ്പാണ്. AI നമ്മുടെ ഭാവിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതിനെപ്പറ്റി നമ്മൾ എല്ലാവരും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ശരിയാണ്. എന്തായാലും ഈ ഒരു തിരിച്ചറിവോടുകൂടി യാഥാർത്ഥ്യവും സാങ്കേതിക വിദ്യയും ചേരുന്ന ഈ പുതിയ ലോകത്തേക്ക്, അറിവിന്റെ ഒരു പുതിയ യാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളെ വീണ്ടും ആവേശത്തോടെ ക്ഷണിക്കുകയാണ്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ പല വിഷയങ്ങളുടെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. കുറച്ച് കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കും. അതെ, പല കാഴ്ചപ്പാടുകൾ, പല നേരുകൾ. ടെക്നോളജി, നമ്മുടെ സമൂഹം, സംസ്കാരം, ഇതൊക്കെ എങ്ങനെയാണ് ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരുമിച്ച് നോക്കാം. നിങ്ങൾ സമയം കണ്ടെത്തി ഈ ആദ്യ സംഭാഷണം കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, പിന്തുണയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഈ പോഡ്കാസ്റ്റ് പൂർണ്ണമായും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിച്ചതാണ്. എല്ലായ്പ്പോഴും ശരിയായതും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകാൻ ഞങ്ങൾ പരമാവധി ലക്ഷ്യമിടുന്നുണ്ട്. എന്നാലും AI-ക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിയിൽ നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ, എന്തെങ്കിലും ഡേറ്റയോ ഫാക്റ്റുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊന്നുകൂടി ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതെ, അത് വളരെ പ്രധാനമാണ്. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയത്തിന്റെ നേരുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നന്ദി.